ബാബറി മസ്ജിദ് അയോധ്യ വിധി വീണ്ടും വിവാദമാവുകയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ബാബറി മസ്ജിദ് സ്ഥാപിച്ചത് തന്നെ അടിസ്ഥാനപരമായി അശുദ്ധമാക്കൽ ആയിരുന്നെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദം. ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചതെന്നും പള്ളിയുടെ നിർമ്മാണം അടിസ്ഥാനപരമായി അവഹേളനമായിരുന്നെന്നുമാണ് ചന്ദ്രചൂഡിന്റെ പരാമർശം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും സങ്കീർണമായ കേസുകളിൽ ഒന്നായിരുന്നു അയോധ്യ തർക്കഭൂമി വിഷയം. 2019 സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയിലൂടെയാണ് പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും സാമൂഹിക രാഷ്ട്രീയ സംഘർഷങ്ങൾക്കും പരിസമാപ്തിയാകുന്നതും. അന്നത്തെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ഭരണഘടനാ ബെഞ്ചാണ് 2019 നവംബർ 9 ഏകകണ്ഠമായി വിധി പ്രസ്താവിച്ചത്. എന്നാൽ സുപ്രീം കോടതിയുടെ ഈ കണ്ടെത്തലുകൾക്ക് വിരുദ്ധമായ പ്രസ്താവനയാണ് ഇപ്പോൾ അയോധ്യ വിധിയിൽ പങ്കാളിയായിരുന്ന മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നടത്തിയിരിക്കുന്നത്. ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു പരാമർശം പുറത്തു വന്നത്. 1949 ഡിസംബറിൽ പള്ളിയിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചതുപോലുള്ള അവഹേളനപരമായ പ്രവൃത്തികളുടെ ഉത്തരവാദിത്തം ഹിന്ദു കക്ഷികൾക്കായിരുന്നോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരമൊരു മറുപടി നൽകിയത്. പള്ളിയുടെ അകത്തെ മുറ്റത്ത് അവഹേളനപരമായ പ്രവൃത്തികൾ നടത്തിയത് ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ അവിടെ നടന്ന അടിസ്ഥാനപരമായ അവഹേളനത്തെ പറ്റി എന്താണ് പറയാനുള്ളത്, എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ മറക്കുകയാണോ? ചരിത്രത്തിൽ നടന്നതൊക്കെ നമ്മൾ മറക്കുകയാണോ എന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. ആർക്കിയോളജിക്കൽ സർവേയുടെ റിപ്പോർട്ടിൽ ഈ ഭൂമിയിൽ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും അദ്ദേഹം പറയുന്നുണ്ട്. ക്ഷേത്രം പൊളിച്ചാണ് ബാബറി മസ്ജിദ് നിർമ്മിച്ചതെന്നതിന് ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞവർ തന്നെയാണ് ഈ വൈരുദ്ധ്യം വിളമ്പുന്നതെന്നതാണ് അത്ഭുതകരമാകുന്നത്. വിധിന്യായത്തിന്റെ അടിസ്ഥാനപരമായ യുക്തിയെ സംശയത്തിന്റെ നിഴലിൽ ആക്കിയിരിക്കുന്നത് തന്നെയാണ് ചന്ദ്രചൂഡിന്റെ പരാമർശം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെ നിയമപരമായ സ്വീകാര്യതയെക്കുറിച്ചും കോടതിയുടെ നിലപാടിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായമാണ് ചന്ദ്രചൂഡ് അഭിമുഖത്തിൽ പങ്കുവച്ചത്. അയോധ്യ കേസിൽ പരിഹാരം കണ്ടെത്താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന ചന്ദ്രചൂഡിന്റെ പ്രസ്താവന മുൻപ് വിവാദമായിരുന്നു.